പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ട് പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു പട്ടുനൂലുഞ്ഞാല കെട്ടി പട്ടുനൂലുഞ്ഞാല കെട്ടി ഞാൻ. ഇതിൻ്റെ കഥ എന്താ വെച്ചാൽ ഈ പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട് ബാബുക്ക അവിടെ കമ്പനിയിൽ താമസിച്ചു ദിവസങ്ങളോളം. പരമേശ്വരൻ അന്നൊക്കെ പരമേശ്വരൻ കൂടെ ഉണ്ട് നല്ല പാട്ടുകൾ. ഭാസ്കരൻ മാഷ്, അതെ ഭാസ്കരൻ മാഷ്. അപ്പോൾ എന്ത് ചേട്ടൻ ഈ പൊട്ടിത്തകർന്ന ബാബു ശരിയല്ല, ബാബുക്ക് ഒരുപാട് ഇത് ശരിയല്ല ബാബു, മാറ്റണം. അവർ രാത്രി അവിടെ തന്നെ ഒരു പായയും തലേണ്ണയും ബീഡിയും ചായയായിട്ട് ഇങ്ങനെ കൂടുക. അതാണ് അന്നത്തെ കമ്പോസിങ്. ഒരു കാലം. എന്നിട്ട് ദിവസങ്ങളോളം കഴിഞ്ഞ ഒരു രക്ഷയില്ല. പൊട്ടിത്തകർന്ന കിരാവോട് അങ്ങനെ നിൽക്കുക, ട്യൂൺ രക്ഷയില്ല. പരമാവധി പറഞ്ഞ് ശരിയില്ല ബാബു, ഇനി മാറ്റി പ്ലീസ്, എനിക്കറിയില്ല എന്തോ ശരിയാവുന്നില്ല. ഒരു ദിവസം രാത്രി 2 മണിക്ക് ഞെട്ടി ഉണർന്നു ബാബുക്ക. അതാണ് ഒരു ട്യൂൺ കിട്ടി, ഹാർമോണി. പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ടൊരു പട്ടുനൂലുഞ്ഞാല കെട്ടി. ഇതാണ് വേണ്ടത്. അന്ന് ടേപ്പ് റെക്കോർഡറില്ല, എന്തു ചെയ്യാൻ പറ്റും. ഉടനെ ശേഖർ സാറെ വിളിച്ചു, ഫോൺ ചെയ്ത് കേട്ടോ. ഞാൻ ശേഖർ സാറിനെ വിളിച്ചോളൂ. സാർ വന്നു, നൊട്ടേഷൻ എടുത്തു. പിറ്റേ ദിവസം ജാനകി വെച്ച് പാടും. ഇതാണ് കാലം, ഇതാണ് പാട്ടുകൾ, ഇതാണ് കാലം. എത്ര ട്യൂൺ ഇങ്ങനെ വെറുതെ പോയിട്ടുണ്ടാവും. അതെ. അതിപ്പോൾ ആ കഥ പറയുമ്പോഴാണ് MSV സാറ് കമ്പോസ് ചെയ്യുമ്പോൾ എങ്ങനെ വെച്ചാൽ ഒരു പല്ലവി 25 ട്യൂൺ ഇടും മിനിമം. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വിദ്യാസാഗർ ആണേ അത് അവർ പല്ലവി പാടിகிட்டே இருக்கும். ஆனால் ஒரு பல்லவி தான் ஓகே பண்ணுவான். ഇത്രയും പല്ലവി ഇതിനകത്ത് ട്യൂണിൽ ഒരു പല്ലവി ഓക്കെ ചെയ്തു, മറ്റേ ട്യൂണൊക്കെ എവിടെ പോയി? ടേപ്പ് റെക്കോർഡറില്ല. അതുണ്ടെങ്കിൽ എത്ര പടങ്ങൾ ചെയ്യാം, ഇപ്പോൾ എത്ര പാട്ട് ചെയ്യാം, ആലോചിച്ചു. ഇപ്പോൾ കമ്പ്യൂട്ടർ കിടക്കുമല്ലേ. അതെ. അന്നൊന്നുമില്ലല്ലോ, ടേപ്പ് റെക്കോർഡർ വരില്ല. അപ്പോൾ ഇത് ഇപ്പോൾ നിലവേയൻ, അതായത് ഒരുപാട് രാഗത്തെ മാറി 10-15 PBS സാറ് പറയുന്നു. PBS ജയൻ, യു വോണ്ട് ബിലീവ് ദിസ് ലിറ്റിൽ ജീനിയസ് ആണ്. ലിറ്റിൽ ജീനിയസ് ഞാൻ പറഞ്ഞില്ലേ, ഒരു MSc മഹാസംഗീത വിദ്വാൻ MSV. അങ്ങേര് 10-15-20 പല്ലവി വന്നു. അല്ല ഇത് വെച്ചോ ആവശ്യങ്ങനെ പാടിക്കൊണ്ടേ പോകാമെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ രാഗം ലവേ അത് മാത്രം മനസ്സിൽ പിടിച്ചു വെച്ചു. ഇങ്ങനെ പോരാന്നിട്ട് പോയി. ഞാൻ പോയി വന്നിട്ട് അങ്ങനെ നടന്ന് MS സാറ് പുറത്ത് നിന്ന്, അമ്മ എന്താ ട്യൂൺ ഓക്കെ ഇருக்கு ഷർട്ടിങ്ങനെയൊക്കെ. അപ്പോൾ നിലവേ അപ്പടിയാ ദേ വരണം. അപ്പോൾ ഇതൊന്നുമില്ല, നേരത്തെ പാടിയതൊന്നുമില്ല, വേറെ എന്തൊക്കെയാണ് അതിൽ മുഗ്ഗരുടെ സാധനങ്ങളാണ് പാടുന്നത്. അതാണ്. അപ്പോൾ ഈ ഒരു ട്യൂൺ ഓക്കെ ചെയ്ത് അല്ലാതെ പാടിയ എത്രയോ ട്യൂൺസ് ഉണ്ട്. വിദ്യാസാഗർ പറയാം, അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ നമുക്ക് 1000 പടങ്ങൾ ചെയ്യാമെന്ന്. 1000 പാട്ടുകൾ ഒന്നിച്ച്. പിന്നെ വിദ്യ പറഞ്ഞു അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നിന്ന് നമുക്ക് പാട്ടുകൾ ഉണ്ടാക്കുന്നത് പുള്ളി കാണിച്ചു തന്നു. MSV സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നിന്ന് നമുക്ക് പല പാട്ടുകൾ ഉണ്ടാക്കുന്നത്.